ക്രൈസ്തവ ജീവിതം ഒരു വലിയ യാത്രയാണ്. യാത്രയിൽ നമുക്ക് മുൻപിൽ പല വഴികൾ തെളിയാറുണ്ടല്ലോ. എന്നാൽ ആത്യന്തികമായി നാം തിരഞ്ഞെടുക്കേണ്ട വഴി അത് നന്മയുടെ വഴിയാണ്. നന്മയുടെ വഴിയെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ കരങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളും എന്നും കൂട്ടായിരിക്കണം. ഇവ രണ്ടും നമ്മുടെ കൂടെയില്ല എങ്കിൽ നന്മയുടെ വഴിയെ സഞ്ചരിക്കുവാൻ ഇന്നത്തെ ഈ സമകാലിക ലോകത്തിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് നാളിതുവരെ നമ്മെ വഴി നടത്തിയ അവൻ്റെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കരങ്ങളെ അതിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ വഴിയെ നമുക്ക് യാത്ര ചെയ്യാം. കാരണം അത് നന്മയുടെ വഴിയാണ്. അവൻ്റെ വചനങ്ങൾ അത് വിലയേറുന്ന രത്നങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നല്ല ജ്ഞാനവും നല്ല വഴികളും നമുക്ക് പകർന്നു നൽകുന്നു. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ അമിതമായി താളടിയായി പോകുമ്പോൾ അവൻ്റെ വചനങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കും. അതുപോലെ അമിതമായി സന്തോഷിക്കുമ്പോൾ അവൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കും ഇത് അമിതമായി സന്തോഷിക്കുവാനുള്ള അവസരമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ യാത്രകളിൽ നമുക്ക് ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. അവൻ്റെ കരങ്ങളും അവൻ്റെ വചനങ്ങളും നമ്മുടെ യാത്രകളിൽ നമുക്ക് കൂട്ടാകട്ടെ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നും എൻ്റെ യേശുവിൻ്റെ കരങ്ങളെ ഗ്രഹിച്ചു ഞാൻ യാത്ര ചെയ്യും. വഴി അറിഞ്ഞു തൻ കൃപകളെ സ്മരിച്ചു യാത്ര ചെയ്യും.